വെൽക്കം ടു എവരി വൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ചിക്കൻ കറിയായിട്ടാണ്. അതിനുവേണ്ടി ഞാൻ 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്, 3 സവാള ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, 3 തക്കാളിക്ക് എടുത്തുണ്ട്, അതുപോലെ പുതിനയും കൊത്തിമീരും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കടായി വെച്ച് അതിൽ ആവശ്യത്തിന് ഓയിൽ എടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക എല്ലാം ഇട്ട് 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉള്ളി വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ഈ ഉള്ളി ശരിക്കൊന്ന് വഴറ്റിയെടുക്കുക. 3 സവാള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 കിലോ ചിക്കൻ ഉള്ളത് കൊണ്ട്. ഇനി ഞാൻ ശകലം ഉപ്പിടുവാണ്, ഒന്ന് എളുപ്പം വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്. നല്ലവണ്ണം മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കുക. കണ്ട എളുപ്പം ആവി കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 കിലോ ചിക്കൻ ഉള്ളത് കൊണ്ടാണ് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ശരിക്ക് വഴറ്റി നല്ലവണ്ണം വഴറ്റിയെടുക്കുക. നമുക്കൊന്ന് അടച്ച് വെക്കാം, ഒന്ന് ആവി കയറട്ടെ. ഇപ്പം എന്നിട്ടൊന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പം 2 പച്ചമുളക് എടുത്ത് വെച്ച് അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ ചിക്കൻ ഇടുവാണ്. ചിക്കനോട് ഇട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ചിക്കൻ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ഈ 2 കിലോളം കൊണ്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പ്, അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇടാം. ഇനി ഇതൊന്ന് മഞ്ഞൾ നല്ലവണ്ണം ഒന്ന് ഇളക്കാം. മഞ്ഞൾ എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയാണ്. ഞാൻ മസാലയെല്ലാം ഇടുന്നതിന് മുമ്പ് ഈ മഞ്ഞളിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യും നല്ലവണ്ണം. അതുകൊണ്ട് ഇപ്പം മഞ്ഞളെല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു. മല്ലിപ്പൊടി ഒരുപാട് ഇടത്തില്ല. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒന്ന് അടച്ച് വെക്കാം. ഇപ്പം ഒന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം മസാലയൊക്കെ ഒരുവിധം മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി നമുക്ക് 3 തക്കാളിക്ക് എടുത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിക്കാം. ഇത് ഗ്രേവിക്ക് വേണ്ടിയാണ്, ഗ്രേവി കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ ഈ പേസ്റ്റ് ആക്കിയേക്കുന്നത്. നമ്മളിങ്ങനെ പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇപ്പം നോക്ക്, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. മൂന്ന് തക്കാളിയുടെ പേസ്റ്റാണ് ഒഴിച്ചേക്കുന്നത്. ഇപ്പം ആവശ്യത്തിനുണ്ട് വെള്ളമായി. ഇപ്പം ഞാൻ ഗരം മസാലയാണ് ഇട്ടത്. 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ഇതിൻ്റെ കൂടെ തന്നെ പുതിനയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുമ്പോൾ നല്ലവണ്ണം ഫ്ലേവർ കിട്ടും. ഇനി ഒരു മസാല ഇടാനില്ല, എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇപ്പം തുറന്നിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നോക്ക്, എണ്ണയൊക്കെ മേളി വന്നിട്ടുണ്ട്.
താങ്ക്സ് ഫോർ വാച്ചിങ്.